ഈനോക്ക് വാക്ക് വിത്ത് ഗാഡ്, എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ആൻഡ് ഹി വാസ് ടേക്കൺ ബൈ ഗാഡ് ആൻഡ് ഹി വാസ് നോട്ട്. അവൻ ഇല്ലാതെയായി തീർന്നു, കാണാതെയായി എന്ന് പറയുന്നതിന് പകരമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ആൻഡ് ഈനോക്ക് വാക്ക് വിത്ത് ഗാഡ് ആൻഡ് ഹി വാസ് നോട്ട്, ഫോർ ഗാഡ് ടുക്ക് ഹിം. ഹി വാസ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുഷികമായി ഒന്നും അവനിൽ ഇല്ലാതായി. ഒരുപക്ഷെ ദൈവം പറഞ്ഞു കാണും, മോനെ ഇനി ഇവിടെ ജീവിക്കുന്ന കാര്യം നിനക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാര്യം ഈ ലൗകികമായ ഒരു കാര്യവും നിനക്ക് പറ്റത്തില്ല. ഈ ലോകക്കാരെല്ലാം കൂടെ നിൻ്റെ കൂടപ്പിറപ്പുകളും മറ്റുള്ളവരും എല്ലാവരും കൂടെ, അല്ലെങ്കിൽ നിൻ്റെ അയൽവക്കക്കാരും, അതായത് ഹാനോക്ക് ജീവിക്കുമ്പോൾ ഹാനോക്ക് ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നെന്ന് പറയുമ്പോൾ 7 തലമുറകൾ, അവരുടെ മക്കൾ, കൊച്ചുമക്കൾ, കസിൻസ് എല്ലാം ഉള്ള ഒരു വലിയ ജനസമൂഹത്തിലായി ഈ ഹാനോക്ക് നടക്കുന്നതെന്ന് ആലോചിക്കണം. അല്ലാതെ ഹാനോക്കും ദൈവവും മാത്രമുള്ള, അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ വലിയ സന്തോഷം അല്ലേ. നമ്മുടെ ചുറ്റും ആരും ഇല്ലെങ്കിൽ എന്നാൽ പിന്നെ ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കാം. പലപ്പോഴും നമ്മൾ ആളുകൾ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്, പലരും പറയുന്നത് എങ്ങനെയാണ് ഇവിടെ പറയാം ഇതൊക്കെ നടക്കുന്നത്, അയ്യോ ചുറ്റുപാടും ആരൊക്കെയാ ജീവിക്കുന്നത്, ഇവന്മാരൊക്കെ നമ്മളെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ ഇവന്മാർ വല്ലോ നമ്മളെ സമ്മതിക്കുമോ, കർത്താവിൻ്റെ കൂടെ നടക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇവന്മാർ വല്ലോ സമ്മതിക്കുമോ? അങ്ങനെ സമ്മതിക്കാത്ത ആളുകളുടെ ഇടയിലാണ് ഹാനോക്കും ജീവിച്ചത്. കയീൻ്റെ തലമുറയിൽപ്പെട്ട 7 തലമുറ അവിടെ ഉണ്ട്. ഷേത്തിൻ്റെ തലമുറയിൽപ്പെട്ട 7 തലമുറ ആണ് ഹാനോക്കിൻ്റെ തലമുറ എന്ന്, ഹാനോക്ക് അവിടെ വരുന്നതാണ്. പക്ഷേ ഈ കയീൻ്റെ മകൻ്റെ 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 മകൻ, അവരെല്ലാവരും, അവരുടെ മക്കള്, കൊച്ചുമക്കള് എല്ലാവരും ഇതിനകത്തുണ്ട്. അവരാരും ആത്മീകരൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത് ദൈവികമല്ലാത്തതൊന്നും അവനിലേക്ക് കടക്കാൻ അവൻ സമ്മതിച്ചില്ല. ഈനോക്ക് വാക്ക്ഡ് വിത്ത് ഗാഡ് ആൻഡ് ഹി വാസ് നോട്ട്, ഫോർ ഗാഡ് ടുക്ക് ഹിം. ദൈവം എടുത്തത് കൊണ്ടതിനാൽ അവനെ കാണാതെയായി എന്നുള്ളത് ശരിയാണ്, ട്രാൻസ്ലേഷൻ മോശമല്ല, എങ്കിലും ആ ട്രാൻസ്ലേഷനിൽ ഞാനൊരു അഡീഷനായിട്ട് പറഞ്ഞതാണ്, അവനില്ലാതെയായി. പ്രിയമുള്ളവരെ, ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ക്രമേണ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മളില്ലാതെയാകും. നമ്മുടേതായിട്ടുള്ള ചിന്തകൾ, ധാരണകൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, പ്രലോഭനങ്ങൾ ഇതെല്ലാം ഇല്ലാതെയാകുന്ന ഒരവസ്ഥ. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നമ്മിൽ നിന്ന് ലോകത്തിൻ്റെതെല്ലാം എടുത്തു കളയണം, എന്നാലേ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ നടന്ന് ഇങ്ങനെ പോയപ്പോൾ ഞാനിപ്പം ഭാവനയിൽ കാണുകയാണ്, ഒരു ദിവസം ഇങ്ങനെ എല്ലാ ദിവസവും നടക്കാൻ പോയി കുറേ കഴിഞ്ഞപ്പം ചിലപ്പം എന്നാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്നാൽ പിന്നെ ഹാനോക്ക് വീട്ടിലോട്ട് പോയെന്നിരിക്കും. ഒരു ദിവസം ഇങ്ങനെ നടന്ന് ഇവരങ്ങ് എൻജോയ് ചെയ്ത് അങ്ങ് സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ദൈവം പറഞ്ഞു കാണും, മോനെ നിൻ്റെ വീട് ഇനി ഒത്തിരി ദൂരെയാ, എൻ്റെ വീട് കുറച്ചുകൂടെ അടുത്താണ്, എന്നാൽ പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോരാൻ പറഞ്ഞു കാണും. ഞാൻ ഭാവനയിൽ കണ്ട കാര്യമാണ്, അല്ലാതെ ഇതൊന്നും വേദോസത്തിൽ എഴുതിയിട്ടുള്ള കാര്യമല്ല കേട്ടോ. അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടക്കുകയും ലോകത്തിൽ നിന്ന് ദൂരെ ആയിരിക്കുമ്പോൾ ഒരു ദിവസം ഒരുപക്ഷെ കർത്താവ് പറയും മതി. അത് ചിലപ്പം ഉടലോടെ സ്വർഗത്തിലൂടെ എടുക്കപ്പെട്ടില്ലെങ്കിലും ചിലപ്പം ആ വിശുദ്ധ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ദൈവം ഒരുപക്ഷെ പറഞ്ഞെന്നിരിക്കും, എന്താണ് ഇനി നിനക്ക് ഭൂമി ജീവിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് വേണ്ട, നീ എൻ്റെ കൂടെ പോരെ, കം ടു മൈ ഹോം, എൻ്റെ ഭവനത്തിലേക്ക് പോരെ. അങ്ങനെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെടാൻ കഴിയുന്നത് എന്തൊരു ഭാഗ്യമാണെന്നറിയാമോ? അതൊരു വലിയ ഭാഗ്യമാണ്. അതിനെ നമ്മൾ മരണമെന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാമായിരിക്കാം, പക്ഷേ ചുമ്മാ അങ്ങ് മരിച്ചു മണ്ണടിയുകയല്ല. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം നമ്മളെ എടുത്തുകൊള്ളുന്ന അവസ്ഥ, അങ്ങനെ എടുക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇല്ലാതെയായിട്ട് നമ്മളെ എടുക്കുന്ന ആ ഒരു മഹനീയ അവസ്ഥയിലേക്ക് കർത്താവ് നമ്മളെ നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എപ്പോഴും നമ്മിൽ നിന്ന് ദൈവികമല്ലാത്തതെല്ലാം അത് ചെറിയ കാര്യമായിരിക്കും. ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഈ വലിയ പാപങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത് മാത്രമല്ല കേട്ടോ. നമ്മൾ കൊലപാതകവും വ്യഭിചാരവും തല്ലും അടിയും ഒന്നും ഉണ്ടാക്കാത്തവരായിരിക്കാം, വളരെ ആത്മീകരായ ആളുകളായിരിക്കാം. പക്ഷെ എന്നാലും ലൗകികമായ എന്തെങ്കിലുമൊക്കെ, അതായത് ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് തടസ്സമായിട്ടുള്ളതെല്ലാം. ആമോസിൻ്റെ പ്രവചനം നമ്മൾ കണ്ടതാണ്, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? പ്രിയമുള്ളവരെ, ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് മാത്രം എൻ്റെ മനസ്സിലങ്ങ് പിടിച്ച് കയറിയാൽ പിന്നെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നൊക്കെ എനിക്ക് വിടുതൽ കിട്ടുകയാണ്. പിന്നെ എനിക്ക് ഇവിടെ വലിയ ആളാകാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല,
എനിക്ക് പ്രസിഡൻ്റ് ആകാൻ മോഹമുണ്ടാകത്തില്ല, സെക്രട്ടറി ആകാൻ മോഹമുണ്ടാകത്തില്ല, എനിക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വലിയ മാൻഷൻ പണിയാനൊന്നും ആഗ്രഹം ഉണ്ടാകത്തില്ല. ജീവിക്കാനൊരു കെട്ടിടം പണിയുന്നതിനല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രതാപം കാണിക്കാനാ ഓരോന്നോരോന്ന് കാണിക്കുന്നത്. അങ്ങനെ പ്രതാപം കാണിക്കാൻ ഓരോന്ന് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നറിയാമോ? ആ എഗ്രിമെൻറ്റിൽ നിന്ന് പെരിയ നമ്മൾ ലോകത്തോട് അനുരൂപമായി പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ കണ്ണിലും എൻ്റെ കണ്ണുകളിൽ കത്തി നിൽക്കുന്നത് എന്നൊക്കെ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. കണ്ണുകളിൽ കത്തി നിൽക്കുന്നത് യേശുവായിരിക്കണം, യേശു മാത്രം. അങ്ങനൊരവസ്ഥ നമുക്ക് അനിവാര്യമാകുന്നതാണ് നമ്മൾ കാണുന്നത്. കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്ന ഹാനോക്ക്. ഈ ഹാനോക്ക് നമുക്കെല്ലാം അറിയാം, അവൻ ദൈവത്തോടുകൂടി നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലോകത്തിലെ ലൗകികരായ ആളുകളോട് കൂടെ ജീവിച്ചിട്ടാണ് ഇവൻ എടുക്കപ്പെട്ടത്. അതായത് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ യാതൊരു രീതിയിലുള്ള പ്രലോഭനങ്ങളും കടന്നുകൂടാതെ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായതിനു ശേഷമാണ് ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിക്കരുത്. ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിരുന്ന ഒരു കാലയളവിൽ, എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്ന ഒരു കാലയളവിൽ, അങ്ങനെ ഒരു കാലയളവിൽ ഈ ഹാനോക്ക് ജീവിച്ചു എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. നമ്മളെപ്പോലെയോ നമ്മളെക്കാളുമോ വലിയ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ച ആ ഹാനോക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം എപ്പോഴും ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതമായിട്ട് അവൻ സൂക്ഷിച്ചു എന്നുള്ളതാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ ഹാബേലിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഹാനോക്കിൻ്റെ കാര്യമാണ്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. എന്നാൽ അടുത്ത വാക്ക്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. അതായത് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളത് ഹാനോക്ക് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ എടുക്കപ്പെട്ടതിന് ശേഷമല്ല സാക്ഷ്യമുണ്ടാകുന്നത്. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞു, ഹാനോക്കിനെ ഇതിനൊന്നും കിട്ടത്തില്ല, അവനാകെ ഒരു ചിന്തയുള്ളൂ, എൻ്റെ ദൈവമേ, അവൻ ഒരു ചിന്തയേ ഉള്ളൂ, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, ഇതേ ഉള്ളവൻ്റെ മനസ്സിൽ. ഇതാരാ പറഞ്ഞത്? ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവർ പറഞ്ഞ കാര്യമാണ്. മറ്റ് മനുഷ്യര്, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ സമകാലീനരായ ആളുകൾ പറഞ്ഞതാണ്. അവൻ്റെ കൂടെ ജീവിച്ചവരായ ആളുകൾ പറയുന്നവനാണ്. അവരൊക്കെ ഇവനൊരു നല്ല സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മളൊക്കെ ആത്മീയ ജീവിതം ജീവിക്കാൻ പരിശ്രമിച്ചാൽ നാട്ടുകാരെല്ലാം അതിന് പറ്റുന്ന സാഹചര്യത്തെ നമുക്ക് ഒരുക്കി തരുമെന്ന് ആരും ചിന്തിക്കേണ്ട. എങ്ങനെയെങ്കിലും ഇത് ഇല്ലായ്മ ചെയ്യാൻ വളരെ വിക്കഡായിട്ടുള്ള ഒരു തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. ഹാനോക്കിന് ചുറ്റും ഉണ്ടായിരുന്നു. ഹാനോക്കിൻ്റെ സമകാലീനരാരാണ് എന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ആദാം മുതൽ ശേത്തിൻ്റെ വംശപരമ്പരയിൽ 7-ാമത്തെ വ്യക്തിയാണ് ആര്? ഹാനോക്ക്. എന്നാൽ ഈ കയീൻ്റെ വംശപരമ്പരയിൽ 7-ാമത്തെ തലമുറ ആരാണ് എന്നുള്ളത് ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് 17-ാമത്തെ വാക്യത്തിൽ 18-ാമത്തെ വാക്യത്തിൽ ഹാനോക്കിന് ഈരാദ് ജനിച്ചു. അല്ലെങ്കിൽ കയീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, അവൾ ഹാനോക്കിനെ പ്രസവിച്ചു. ഹാനോക്കിന്, അതായത് ആദാം, കയീൻ, ഹാനോക്ക് ഈരാദ് ജനിച്ചു 4. ഈരാദ് മെഹൂയലിനെ ജനിപ്പിച്ചു 5. മെഹൂയൽ മെതുശലേലിനെ ജനിപ്പിച്ചു 6. മെതുശയേൽ ലാമക്കിനെ ജനിപ്പിച്ചു. അപ്പം 7-ാം തലമുറയിൽപ്പെട്ട ആളുടെ പേരെന്താണ്? ലാമക്ക്. ശേത്തിൻ്റെ വംശപരമ്പരയിലും ലാമക്ക് വരുന്നുണ്ട്, അത് വേറെ കാര്യം. ഈ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാനോക്കിന് 2 വംശപരമ്പരയിലും ഉണ്ട്, ഇല്ലേ? ആദാം മുതൽ 3-ാമനായ ഹാനോക്കുണ്ട്, ആദാം മുതൽ 7-ാമനായ ഹാനോക്ക്. 2 വംശപരമ്പരയിലും, ഒന്ന് മനുഷ്യൻ്റെ പരമ്പരയിലും, ഒന്ന് ശേത്തിൻ്റെ പരമ്പരയിലും, ഒന്ന് കയീൻ്റെ വംശപരമ്പരയിലും പെട്ട
ആളുകൾ. ഒന്ന് ദൈവികരായ ആളുകൾ, ഒന്ന് ദൈവവിരുദ്ധരായ ആളുകൾ. അങ്ങനെ ദൈവവിരുദ്ധമായ ഒരു തലമുറയിൽ ഹാനോക്കിൻ്റെ കാലയളവിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ലാമക്ക്. ഈ ലാമക്കിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ ലാമക്കിൻ്റെ ഒരു പ്രത്യേകത എന്നറിയാമോ? അവനാണ് ഈ പോളിഗാമി കണ്ടുപിടിച്ചത്. പോളിഗാമി എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ ഭാര്യമാർ. അവിടെ 19-ാമത്തെ വാക്യത്തിൽ ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. 2 ഭാര്യമാരെ എടുത്തു. ഞാൻ കല്യാണങ്ങൾക്കൊക്കെ പറയാറുള്ളൊരു കാര്യമുണ്ട്. ആദാമിന് ദൈവം ഹവ്വായെ കൊടുത്തു, ലാമക്ക് ഭാര്യമാരെ എടുത്തു. വ്യത്യാസം കണ്ടോ? ദൈവം കൊടുത്തതല്ല, എടുത്തു. 2 ഭാര്യമാരുടെ ചരിത്രമൊക്കെ വേദോസിൽ പലയിടത്തും പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ദൈവം കൊടുത്തതല്ല, മനുഷ്യൻ എടുത്തതാണ്. അതിനി അബ്രഹാം കാണിച്ചാലും ദൈവം കൊടുത്തതല്ല, അവൻ എടുത്തതാണ്. കാര്യം ദൈവത്തിൻ്റെ പദ്ധതി ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ളതാണ്. അതാണ് ദൈവിക പദ്ധതി. അത് ദൈവം കൊടുക്കുന്നതാണ്. ഭാര്യയെ ദൈവം കൊടുക്കുകയാണ്. ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അവൻ്റെ പിള്ളേർ നമ്മുടെ ഭാഷ പറഞ്ഞാൽ മിടുക്കര് പിള്ളേരാ, ഭയങ്കര മിടുക്കര് പിള്ളേരാ. ലാമക്ക് പിള്ളേരെ ഭയങ്കര കോമ്പറ്റിറ്റീവായിട്ടാണ് വളർത്തിയത്. നമ്മളൊക്കെ പറയും മിടുക്കൻ. കാര്യം എന്നറിയാമോ? ലാമക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തേക്ക് ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ. ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. പിതാവായി തീരുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ കൂടിയ ആളായി. അവൻ്റെ കാലഘട്ടത്തിലാണ് ഇതങ്ങോട്ട് തുടങ്ങുന്നത്. അതായത് ഫാമിംഗ് ഒക്കെ അങ്ങ് വലിപ്പപ്പെടുത്തി വലിയ ധനാഢ്യനായി തീർന്നു. കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. ഇഷ്ടം പോലെ പൈസ, മിടുക്കനാ. അവൻ്റെ സഹോദരന് യൂബാൽ എന്ന് പേർ. അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. ഭയങ്കര ഗ്രേറ്റ് മ്യൂസീഷ്യൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പം 3-ാമത്തെ ആള് സില്ല തൂബൽ കൈയിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈറ്റി വാരിയർ. ആരോട് വേണമെങ്കിലും ഒരു കൈ നോക്കാൻ തൻ്റെ ഇടമുള്ള ഒരുത്തിനും അവൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്തതുപോലെ. അപ്പോൾ ഒരാൾ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ്, ഭയങ്കര കാശുകാരനാണ്, വലിയ ബിസിനസ്സുകാരനാണ്. അവന് ഫാമിങ്ങിൻ്റെ ഒക്കെ അങ്ങേ അറ്റത്ത് കയറിയിരിക്കുക. അന്ന് ഫാമിംഗ് ഒക്കെ ആണല്ലോ ഉള്ളത്, നൈറ്റി ഒന്നും ഇല്ലല്ലോ. ഫാമിങ്ങിൽ അതിൻ്റെ അങ്ങേ അറ്റത്ത് കയറി നിന്നു. 2-ാമത്തവൻ മ്യൂസിഷ്യൻ, ഓസ്കർ അവാർഡിൻ്റെ അപ്പുറത്തെ അവാർഡും എല്ലാം ഉണ്ടെങ്കിൽ അത് കിട്ടുന്ന അത്രയ്ക്കും വലിയൊരു ഗ്രേറ്റ് മ്യൂസിഷ്യൻ. 3-ാമത്തവൻ മൈറ്റി വാരിയർ, ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധം തീർക്കുന്നവർക്കെല്ലാം പിതാവായി തീർന്നു. അപ്പോൾ ഹാനോക്കിൻ്റെ കാലയളവിൽ അവൻ്റെ കൂടെ നടക്കുന്ന അഥവാ അവൻ്റെ സഹചാരികളായ കയീൻ്റെ വംശത്തിൽപ്പെട്ട ആളുകൾ അവർ മക്കളെ ഭയങ്കര കോമ്പറ്റിറ്റീവായിട്ട് വളർത്തി. എല്ലാവരുടെയും മുമ്പിൽ അവർ പറയും ലാമക്കിനെ കണ്ട് പഠിക്ക്, പിള്ളേരെ അവനൊരു സ്ഥാനത്താക്കിയെന്ന്.
സ്നേഹിക്കും എനിക്കു പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും Blessed assurance, Jesus is mine. Oh, what a foretaste of glory divine, heir of salvation, purchase of God, born of His Spirit, washed in His blood. This is my story.